ഉണ്ടാന്നു. നീ പേരും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലരുതെന്നും പറഞ്ഞു. അങ്ങനൊന്നും ഉണ്ടായിണ്ടെങ്കിൽ എനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ, അവർക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ. ഇനി ഞങ്ങൾക്ക് വേണ്ടി റിൻചയും ബുദ്ധിമുട്ടുണ്ട. ആ ബല്ലുകാരെ ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞേക്ക്, ഇന്നുറപ്പിച്ച കല്യാണം നടക്കില്ല. ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടുവരുന്ന കാശുകൊണ്ട് എനിക്കൊരു ജീവിതം വേണ്ട. ഞാൻ റിൻചിന്റെ കാല് പിടിച്ചൊരു കാര്യം പറയാം. കർത്താവിനെ വിചാരിച്ച് പോലീസുകാരെ വീട്ടിൽ കയറ്റരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ അമ്മച്ചിയും 2 കൂടെ പറപ്പുകളും നിന്റെ ജീവനോട് ഉണ്ടാവില്ല. റിനേട്ടാ, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ഞാൻ നിങ്ങളെപ്പരോ നമുക്ക് ദീപ്തി ചേച്ചിൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ടുവരാം. കൂട്ടിക്കൊണ്ടുവരാല്ലേ? ആ, എന്നിട്ട് നീ കിട്ടോ? ഏ മുട്ടുകാല കേട്ടി ഞാൻ. ആ പിശാച് എങ്ങനെ തലേന്ന് ഒഴിഞ്ഞു പോലെ ആലോചിച്ചോണ്ടിരിക്കുമ്പോ ഇനി ഇത് വെച്ച് ഞാൻ കളിക്കണ ഒരു കളി നീ കണ്ടടാ. വണ്ടി എടുക്കടാ, വണ്ടി എടുക്കടാ. മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കില്ല. ഹലോ, എന്തുട്ടടാ ഇപ്പൊ ആദ്യ രാത്രിക്ക്? ഒരു അർജന്റ് കാര്യമുണ്ട്, ഞാൻ അവിടെ പുറത്തേക്ക് സാറിന് വേഗം വരുമോ? ഞാൻ അവളെ എല്ലാം പറഞ്ഞ് സ്നേഹിച്ചു തുടങ്ങിയതാ സാറേ. നീ ഇപ്പൊ ആരുടെ മറ്റുള്ള വർത്താന പറയണേ? ദീപ്തിയുടെ. അവളെനിക്ക് ജീവനായിരുന്നു. അവളെനിക്ക് ഭാര്യ മാത്രമായിരുന്നില്ല സാറേ, എന്റെ അപ്പനും കൂടിയായിരുന്നു. അവളൊപ്പം ഉണ്ടായിരുന്ന ഈ 3 മാസക്കാല ഞാൻ സന്തോഷം തുട്ടാൻ നിറഞ്ഞു, ജീവിതം തുട്ടാൻ നിറഞ്ഞു. എന്നിട്ട് അങ്ങനെയൊന്നല്ലല്ലോ നീ നേരത്തെ എന്നോട് പറഞ്ഞത്. ഇപ്പൊ എന്താ ഇങ്ങനെ പറയണേ? ഒക്കെ ഞാൻ എന്റെ നെഞ്ചെ തടക്കി വെച്ചിരിക്കുന്നു. എന്താ ചെയ്യാ, സ്നേഹം പുറത്തു കാണിക്കാൻ പറ്റാത്ത ഒരാളായി പോയില്ലേ ഞാൻ. അവളില്ലാത്ത വീട്ടിലേക്ക് ഞാൻ പോവില്ല സാറേ, എനിക്ക് പോവാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അവളെ എവിടെ പോയാലും ഞാൻ അവളെ പിടിച്ചുകൊണ്ടു നിന്റെ കൈ തരും. ഏയ് അത് വേണ്ട. ഇനി ഈ കാര്യം മറ്റാരെങ്കിലും അവിടേക്ക് ചെല്ലുകയാണെങ്കിൽ അവളെല്ലാം പോലീസിനോട് പറയുന്നുണ്ടോ? സാറിനെ ലോക്കപ്പിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ വിധിയാണ്, ഞാൻ സഹിച്ചോണ്ട്. നീ ഒറ്റയ്ക്കാ? തൽക്കാലം ഒറ്റയ്ക്ക്. ദിവാകരൻ വിളിക്കാറുണ്ടെന്ന് ലവലി പോലീസുകാരോട് പറഞ്ഞതോടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് കരുതിയിട്ട് ഞാൻ അനാഥാലയത്തിലേക്ക് 2 ചാക്കാരി കൊടുത്തു. അതെ, ആ കാശും പോയി. നാട്ടുകാര് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നതിന് മുമ്പ് ഞാൻ കുറച്ചാൾ മാറിയിക്കണല്ലേ നല്ല മുതലാളി. നാട്ടുകാര് കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? ആ കാര്യമില്ല, ദീപ്തിനെ ഉപേക്ഷിച്ച കാര്യേ. ദിവാറിന്റെ കാര്യം എന്റെ കൊക്കിന് ജീവനുള്ളിടത്തുള്ള ആരും അറിയില്ല, അല്ലെങ്കിൽ ഇനി മരിക്കണം. ഞാൻ ആറാട്ടുപുഴ അമ്പലൂരോ ചെറിയൊരു ജ്വല്ലറി ആയിട്ട് അങ്ങോട്ട് മാറിയാലും ആലോചിക്കുക. വെറുതെ നാട്ടുകാരുടെ ചോദ്യത്തിന് മറുപടി പറയണ്ടല്ലോ. ജ്വല്ലറി എന്ന് പറഞ്ഞാൽ വിറ്റും പെറുക്കിയും ഒരു പീടിമുറി ഒപ്പിച്ചോണ്ട് സാർ എനിക്കൊരു 15 കിലോ സ്വർണ്ണം ഏർപ്പാടേക്ക് തന്നാൽ മതിയായിരുന്നു. 15 കിലോ? ഇതെന്താ പശു ഇറച്ചിയാ? തൽക്കാലം 10,000 മതി, ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോണ്ട്. ഈ മൊബൈലിന് ഇപ്പൊ എന്ത് വില ഉണ്ടാവും? 6,500 രൂപ. ഇതല്ല, ഇത് പരസ്യാണ്. ഞങ്ങളിതേ ഹോട്ടൽ ലോഞ്ചിൽ വെയിറ്റ് ചെയ്യാ. സിനിമ നടി മനോമി. ഇതെന്തുട്ട് സാധനത്? ദുബായി എന്നുള്ള വരവാ. ഇവളുടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇപ്പൊ എത്ര കിലോ സ്വർണ്ണം ഉണ്ടാവുന്നറിയോ? അവിടെ മതിയോ? ഇതൊക്കെ സെയ്തിന്റെ സ്വർണ്ണക്കടത്തുകാരാണ്. ഇവളുടെ ബോഡി മാത്രം 2 സ്വർണ്ണപ്പിടി ഉറങ്ങാം. അയ്യേ, ബോഡിയോ? ബോഡി എന്ന് പറഞ്ഞ അവളുടെ ബോഡിയിലെ സ്വർണം. ഞാൻ വിചാരിച്ചു ഉമ്മാരി ബോഡി കണ്ടപ്പോ നിങ്ങൾ ബിസിനസ് മാറ്റിയെന്ന്. പോറച്ചേറ്റി അവിടെ. അപ്പൊ നിങ്ങൾ എവിടെയാണ് ജൂലറി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്? ആമ്പല്ലൂര് അല്ലെങ്കിൽ ആറാട്ടുപുഴയിട്ട്. അവിടെ 2 നമ്മൾ ഗോൾഡ് കൊടുക്കണ്ടല്ല, ഓർക്ക് നല്ല ബിസിനസ് നടക്കണ്ട്.
ഇനി പുതിയൊരു ജ്വല്ലറിക്ക് സ്കോപ്പ് ഉണ്ടോ അവിടെ? അല്ല, അവിടെ എനിക്ക് അത്യാവശ്യം കണക്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഒന്ന് തുടങ്ങി കിട്ടിയ ഞാൻ പിക്കപ്പ് പിച്ചെടുത്തോണ്ട്. പിന്നെ ഞാനും ഉണ്ടല്ലോ, ഞാൻ മാക്സിമം പൊന്തിച്ചു കൊണ്ടുവന്നോളൂ. നീ എന്ത് പൊന്തിക്കാനാ? നീ ആകെ എത്രയല്ലേ ഉള്ളൂ? സാറ് പറഞ്ഞ് എന്നാൽ ഈ 10 കിലോ സ്വർണം എന്നൊക്കെ പറഞ്ഞാല് എന്തെങ്കിലും ഒരു ഉറപ്പ് കൊണ്ടോ നമുക്ക് നമ്മുടെ പാർട്ട്നേഴ്സിനെ കാണിക്കാനെങ്കിലും? നീ ആ സ്ഥലത്തിന്റെ ആധാരം കൊടുത്തേ. എന്റെ ആധാരം സെയ്തിന്റെ കയ്യിലിരിക്കണേ. അല്ല, എനിക്ക് സ്ഥലമായിട്ട് താനായി താഴത്തിന്റെ ആധാരം കൊടുക്കുക, അത് വെറുതെ കിടക്കല്ലേ. എന്റെ ഒരു 20 സെന്റ് ഉണ്ട്. ഇത് ഇരിക്കാനും കൂടെ അത്യാവശ്യം വില കിട്ടുന്ന സ്ഥലത്താ. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. പക്ഷേ കമ്പനിയുടെ പേരിൽ എഴുതി തരേണ്ടി വരും. നല്ല കണക്ഷൻസ്. മൊത്തം സിംഗപ്പൂർ കളക്ഷന്. എടാ, അല്ല, കാലത്തും വൈകിട്ട് എനിക്ക് തൊഴുതു പ്രാർത്ഥിക്കാൻ വേണ്ടി വെച്ചാ. എന്നാ ആ ഫോട്ടോയിൽ കാണുന്ന എന്റെ മൂക്കിൽ ഇതിരി പഞ്ഞു വെക്കടാ. അത് ശരിയാണല്ലോ. ജോജോ, ആ എന്തേ ആരണ്ട് ഈ ഫോട്ടോയിൽ മാലയിടാൻ പറഞ്ഞേ? പ്രീനിയേട്ടൻ പറഞ്ഞിട്ട്. ദൈവത്തിന്റെ ഫോട്ടോ അല്ലേ മാലയിടാൻ പറഞ്ഞേ? നിങ്ങളല്ലേ പറഞ്ഞ ലോനപ്പം മുതലാളി ഞങ്ങൾ ദൈവം. അതുകൊണ്ടിട്ടാ? ആ അതുകൊണ്ടിട്ടാ. അങ്ങനെയാണെങ്കിൽ സാരില്ല. ലേശം പൂ ബാക്കിയുണ്ടെങ്കിൽ യേശുവിന് ഇടറ. പാവല്ലേ? അതെ, അറേഞ്ച്മെന്റ് ഒക്കെ ജോറായി. താങ്ക്സ്. ഒരു കാര്യം